പാകിസ്ഥാൻ ഇന്ത്യക്കൊരു എതിരാളിയല്ല എന്ന് ഏഷ്യ കപ്പ് ക്രിക്കറ്റിലും തെളിയിച്ച ടീം ഇന്ത്യ. സൂപ്പർ 4 മത്സരത്തിലും പാകിസ്ഥാനെ തറ പറ്റിച്ചതോടെയുണ്ടല്ലോ ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം എളുപ്പമായി. അടുത്ത 2 മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജയിച്ചാലും ഇന്ത്യ ഫൈനലിലെത്തും. ഇന്ത്യ കപ്പടിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ഇന്ത്യ പാക് പോരാട്ടം നടന്ന ദുബായിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മുടെ സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട്. പാകിസ്ഥാനല്ല ഏഷ്യയിലെ ഒരു ടീമും ഒരു ഇരയുമല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു പോരാട്ടം. അത്രയ്ക്ക് വലിയ ആവേശത്തോടു കൂടിയാണ്. ഫീൽഡിങ്ങിന്റെ കാര്യത്തിൽ അല്പം പാകപ്പിഴവുണ്ടായിരുന്നുവെങ്കിലും അത് ബാറ്റിംഗിൽ പൂർണ്ണമായും പരിഹരിക്കുന്ന വിധത്തിലായിരുന്നു ഇന്ത്യയുടെ പ്രകടനം. ഓപ്പണർമാരായിട്ടുള്ള ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഒക്കെ കാഴ്ചവെച്ച അല്ലെങ്കിൽ അടിത്തറ പാകിയ അതിൽ നിന്നുമാണ് പിന്നീട് വന്നിട്ടുള്ള ബാറ്റ്സ്മാൻമാർ പടുത്തുയർത്തിയത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അനായാസമായിരുന്നു വിജയം. അഭിഷേക് ശർമ്മയുടെ മിന്നുന്ന പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. അതേപോലെ തന്നെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം തന്നെ കൂട്ടുകെട്ടിൽ നിന്ന് ഉറച്ചു നിന്ന ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനവും ഏതായാലും ഈ മത്സരം നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. പാകിസ്ഥാനും ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു മാച്ചിൽ പോലും പാകിസ്ഥാന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇനി ലോകകപ്പ് മത്സരമാണ് വരാൻ പോകുന്നത്. അതിന് പൂർണ്ണമായും ഇന്ത്യ സജ്ജമാണെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ്. ആ ആവേശമാണ് ഓരോ ആളുകളും ഓരോ ആരാധകരും പങ്കുവച്ചത്. ഇന്ത്യയുടെ ബൗളിംഗ് കുറച്ചൊന്ന് പാളി പോയി, പക്ഷെ അത് വളരെ നന്നായി. കൂടുതൽ അതുകൊണ്ടാണ് ബാറ്റിംഗ് നല്ലതായത്. തകർത്ത് അടിപൊളി. അഭിഷേക് തകർത്തു. അഭിഷേകിന്റെ ഇന്നിംഗ്സ് ആണ് നമ്മൾ ജയിക്കാനുള്ളത്. നമുക്ക് ഇപ്പോഴും പാകിസ്ഥാൻ ഒരു എതിരാളിയായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും വൺ സൈഡ് മാച്ചായിരുന്നു. സൂപ്പർ മാച്ച്, ഒന്നും പറയാനില്ല. തകർപ്പൻ, അർഹിച്ച ജയം. Indian team जीता, हमें बहुत ज़्यादा प्राउड हो रहा है. It was such an amazing match. You really enjoyed? Yes, like very much. India will. It was very good. ഈ ജയം തീർച്ചയായും ഉറപ്പുള്ള ജയമാണല്ലോ ഇത്. ഇടയ്ക്കൊന്ന് പതറിയോ? ഒരിക്കലും പതറിയിട്ടില്ല. Very happy, and we are very happy. Awesome match. In the last, like it was like when we needed 8 runs. Yeah. So when 1-6 and then again 6 in the end ball. Yeah. Amazing. 100%. There is no doubt at all. Okay. We will win the cup. Okay. ഏഷ്യ കപ്പിൽ ഏറ്റവും അധികം ആരാധകർ ഒഴുകിയെത്തിയ ഒരു മത്സരത്തിന് കൂടിയാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷിയായത്. ഇത്രയധികം ആരാധകർ വന്നിട്ടില്ല. ഈ കാണുന്ന ആൾത്തിരക്ക് ഇത് നമുക്ക് വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. അത്രയ്ക്ക് അധികം ആരാധകരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും തന്നെ ഈ ആൾക്കൂട്ടം, ആരാധക കൂട്ടം, അതിൽ ഏറ്റവും അധികം ആളുകൾ ഇന്ത്യക്ക് പിന്തുണയാണ് നൽകിയത്. വലിയൊരു പിന്തുണ ഇന്ത്യക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യ കഴിഞ്ഞ ഒരു സെക്കൻഡ് ഹോം ഗ്രൗണ്ട് എന്നുള്ള രീതിയിലേക്കാണ് ദുബായ് മാറുന്നത്. ഇവിടെ മത്സരിക്കുന്ന എല്ലാ മത്സരങ്ങളും ഇന്ത്യ വിജയിക്കുകയാണ്. ഏതായാലും ഇനി 2 മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് മുന്നിൽ ശേഷിക്കുന്നത്. ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും എതിരായിട്ടുള്ള മത്സരം കൂടി കഴിഞ്ഞാൽ ഇന്ത്യ ഫൈനലിലെത്തും. അതിനുശേഷം ഒരൊറ്റ പോരാട്ടം, 3 പോരാട്ടത്തിനപ്പുറം ഇന്ത്യയുടെ കൈകളിൽ ഏഷ്യ കപ്പ് ഇത്തവണ എത്തും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.